നമസ്കാരം. മന്ത്രി അന്യദേശത്ത് ഒളിവിൽ കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം എന്താ? തന്ത്രിയുടെ ആപ്പിൾ ഫോണിൽ തെളിയുന്ന മന്ത്രിയുടെ മുഖമാണ് പ്രശ്നം. കണ്ഠരര് രാജീവരര് തന്ത്രിയുടെ അറസ്റ്റോടെ പുതിയ മാനം കൈവന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്തത് ആര് എന്നതിൽ വലിയ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. ചില സിനിമകളൊക്കെ കാണുന്ന അതേപോലത്തെ ഒരു സസ്പെൻസ്. തന്ത്രിയിൽ നിന്ന് പിടിച്ചെടുത്ത ആപ്പിൾ ഫോണിൽ സ്വർണ്ണക്കൊള്ളയുടെ നിർണായക വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ SIT തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത അറസ്റ്റ് ആര് എന്നതിൽ സസ്പെൻസ് ഉണ്ടാകുന്നു. ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസിന്റെ അറസ്റ്റ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മുൻ പ്രസിഡന്റ് പ്രശാന്തും മുൻ മന്ത്രി കടകംപള്ളിയും സംശയ നിഴലിലാണ്. തന്ത്രിയും പോറ്റിയും തമ്മിൽ ഉറ്റ ബന്ധമെന്നും കൊള്ളയ്ക്ക് തന്ത്രി ഒത്താശ ചെയ്തുവെന്നുമുള്ള അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്, സ്വർണ്ണക്കള്ള കേസിന്റെ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് നിർണായക ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ മന്ത്രിയും തന്ത്രിയും ഒക്കെ അകത്താവുകയാണ്. ശങ്കർദാസിന്റെ അറസ്റ്റ്, IPSകാരന്റെ അച്ഛനായ ശങ്കർദാസിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. ഇനി ഉണ്ടാകാൻ പോകുന്നത് സംശയ നിഴലിൽ നിൽക്കുന്ന മുൻമന്ത്രി കടകംപള്ളിയും ഒപ്പം തന്നെ മുൻ പ്രസിഡന്റ് പ്രശാന്തുമാണ്. ഇവർ കൂടി അറസ്റ്റിലാകുമ്പോൾ മാത്രമായിരിക്കും ഒരു പൂർണ്ണതയിലേക്ക് സ്വർണ്ണക്കൊള്ള കേസ് എത്തുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമായിരിക്കും അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ തന്ത്രിയിൽ വരെ എത്തുകയും തന്ത്രി ജയിലിലാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മന്ത്രിക്ക് മുട്ടുവിറയ്ക്കുക എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്യദേശത്ത് ഒളിവിൽ പോയി താമസിച്ചാലും ഒന്നും കുറ്റം പറയാൻ കഴിയില്ല. ആരാണെങ്കിലും അത്തരത്തിലേ ചെയ്യൂ. പെട്ടെന്നൊന്നും പിടികൊടുക്കുവാൻ ആരും തയ്യാറാവില്ലല്ലോ. എന്തായാലും സംശയ നിഴലിലുള്ള ഇവരെയൊക്കെ SIT, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പൊക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാരാണെങ്കിലും, അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ അകത്ത് പോകേണ്ടവർ തന്നെയാണ്. അവർ അകത്തെത്തുക തന്നെ ചെയ്യും. കാരണം പരിപാവനമായ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവന്മാരെല്ലാം, മോഷണത്തിന് കൂട്ടുനിന്നവരെല്ലാം അകത്താകട്ടെ. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന KP ശങ്കർദാസിന്റെ അറസ്റ്റായിരിക്കും അടുത്തത് എന്നുള്ളതാണ് SIT നൽകുന്ന സൂചന. ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, തന്ത്രിയുമായിട്ട് അടുപ്പമുള്ള ഏതാനും പേർ, എന്നിവരെല്ലാം അറസ്റ്റിന്റെ നിഴലിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉന്നതരായിട്ടുള്ള ചിലർ ഇനിയും പിടിയിലാവാനുണ്ട് എന്ന് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത്. തന്ത്രിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതോടെ ഇതുവരെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാവുമെന്നാണ് SITയുടെ കണ്ടെത്തൽ. സ്വർണ്ണപ്പാളികൾ കടത്തിയതെങ്ങോട്ട് എന്നതടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് പാളികളിലെ സ്വർണം ഉരുക്കി എന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ. സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ ഇത് BSSCയുടെ ലാബിൽ നടക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ കേസിന്റെ ഗതി തന്നെ ഇനിയും മാറുമെന്നാണ് വിലയിരുത്തൽ. തന്ത്രിയിൽ നിന്ന് SIT പിടിച്ചെടുത്ത ആപ്പിൾ ഫോണിൽ സ്വർണ്ണക്കൊള്ളയുടെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോകുന്നു. സ്വർണ്ണപ്പാളികൾ കടത്തിയതിനെ കുറിച്ച് തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തുവെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നും തന്ത്രിയുടെ പങ്ക് തെളിയിക്കുന്നതിനുള്ള തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ട് എന്ന് SIT പറയുന്നുമുണ്ട്. കണ്ഠരര് രാജീവരുടെ തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന ബംഗളൂരു ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മേൽശാന്തിയായിരുന്നുവെന്നും രാജീവര് തന്ത്രിയായിരിക്കെ പോറ്റി ശബരിമലയിൽ 2004 മുതൽ 2008 വരെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. പോറ്റിയും തന്ത്രിയുമായിട്ട് കാലങ്ങളായിട്ടുള്ള ഉറ്റ ബന്ധമുണ്ട് എന്നും കാലങ്ങളായിട്ട് ഇരുവരും തമ്മിലുള്ള ബന്ധം അത് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നുമാണ് SITയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. തന്ത്രി ചെയ്തത് ഗൗരവ സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് എന്ന് SIT പറയുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് സ്വത്തുക്കൾ കവർന്നെടുക്കുന്നു, ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു, കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയതായിട്ട് കണ്ടെത്താൻ കഴിയുന്നു. കൊള്ളയടിച്ച സ്വർണം അത് ആണ് ഇനി കണ്ടെടുക്കാൻ ഉള്ളത്. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. തന്ത്രിയെ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു പ്രതികളുടെ പങ്കിനെക്കുറിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. തന്ത്രിയും പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇനി നടത്താൻ പോകുന്നത്. അപ്പോൾ തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്ന IPC 403, 406, 409, 466, 467, 120B, 34
കൂടാതെ അഴിമതി നിരോധന നിയമത്തിലെ 13(1) വകുപ്പുകളും 13(2) വകുപ്പുകളും ഇതിനോടൊപ്പം ചുമത്തിയിട്ടുണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ ചൈതന്യവും പരിപാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കുവാൻ ബാധ്യസ്ഥനായ തന്ത്രി ദേവന്റെ അനുജ്ഞ വാങ്ങാതെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ വാതിലിൽ കട്ടിളയിലെ ദശാവതാരങ്ങൾ പതിച്ച 2 പാളികൾ, മുകൾ പടിയിലെ പാളി, സ്വർണം പതിച്ച ശിവരൂപവും വ്യാളി രൂപവും അടങ്ങിയ 2 പ്രഭാമണ്ഡല പാളികൾ എന്നിവയാണ് 2019 മാർച്ച് മാസം 20 ഇറക്കിയ ബോർഡ് ഉത്തരവ് പ്രകാരം 2019 മെയ് 18 ഇളക്കിയെടുത്ത് പോറ്റിക്ക് കൈമാറിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിന് ദേവന്റെ അനുജ്ഞ വാങ്ങിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. താന്ത്രിക നടപടികൾ പാലിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ആചാരമായിട്ടുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിയാണ് എന്നിരിക്കെ ഈ ആചാര ലംഘനം തന്ത്രി ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുന്നത് തടഞ്ഞിട്ടില്ല എന്നുകൂടി ഇദ്ദേഹത്തിന്റെ കുറ്റമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തന്ത്രിയുടെ അനുമതിയില്ലാതെ പാളികൾ ഇളക്കിക്കൊണ്ടുപോയത് ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ കൊള്ളയ്ക്ക് കുറ്റകരമായിട്ടുള്ള മൗനാനുവാദമാണ് തന്ത്രി നൽകിയത് എന്നാണ് കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നത്. 2019 മെയ് 14 മുതൽ മെയ് 19 വരെ കണ്ഠരര് രാജീവര് തന്ത്രി അന്ന് സന്നിധാനത്തുണ്ടായിരുന്ന കാലയളവിലാണ് ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലവും അഴിച്ചെടുത്ത് പോറ്റിക്ക് കൈമാറിയത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് 2019 മെയ് 18 ഇത് നടന്നത്. കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലവും സ്ഥാപിച്ചിരുന്നിടത്ത് കൽത്തൂണുകൾ മാത്രമായിരിക്കെ മെയ് 19 ശ്രീകോവിലിൽ തന്ത്രി പൂജകൾ നടത്തി എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനാൽ പാളികൾ ഇളക്കിയതിനെ കുറിച്ച് തന്ത്രിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്ന് SIT ഇതിലൂടെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. തന്റെ അനുമതിയോടെയല്ല കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലവും ഇളക്കിക്കൊണ്ടുപോയതേ എങ്കിൽ തന്ത്രി ഇക്കാര്യം ബോർഡിനെ രേഖാമൂലം എന്തുകൊണ്ട് അറിയിച്ചില്ല? ഇതാണ് ഇപ്പോൾ SIT ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ആചാര ലംഘനം നടത്തി ക്ഷേത്ര മുതലുകൾ കൊണ്ടുപോയതിൽ യാതൊരു നടപടിയും എടുക്കാതെ കുറ്റകരമായിട്ടുള്ള മൗനാനുവാദം നൽകിയത് എന്തിനാണ് തന്ത്രി എന്നുള്ള ചോദ്യത്തിനും തന്ത്രി കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട്. ഇനി 2019 ജൂൺ 15 മിഥുനമാസ പൂജയ്ക്ക് നട തുറന്നപ്പോഴും കട്ടിളയും പ്രഭാപാളികളും തിരിച്ചെത്തിയിട്ടില്ല എന്ന് തന്ത്രിക്ക് നേരിട്ടറിയാമായിരുന്നു. ഈ സമയത്തും തന്ത്രിയുടെ സാന്നിധ്യം സന്നിധാനത്തുണ്ടായിരുന്നു. 2019 ജൂൺ 18 കട്ടിളയും പ്രഭാമണ്ഡലവും തിരിച്ചെത്തിച്ച് വീണ്ടും ഘടിപ്പിച്ചപ്പോഴും തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി ദേവസ്വത്തിൽ വെച്ച് തന്നെ നടത്തേണ്ടതാണ് എന്നുള്ളതാണ്. അത് നമുക്കറിയാവുന്നത്. ഈ ക്ഷേത്രത്തിന് ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കുമ്പോൾ മുമ്പ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പണികൾ നടത്തിയത് എവിടെയായിരുന്നു? ഇതേ സന്നിധാനത്ത് വെച്ച് തന്നെയായിരുന്നു. അതെന്തുകൊണ്ട് അന്ന് നടന്നു? അതുപോലെ എന്തുകൊണ്ട് ഇപ്രാവശ്യം ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇവർക്ക് പറയാനും കഴിയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തന്ത്രിയിലേക്ക് എത്തപ്പെടുകയും അതിനെ രാഷ്ട്രീയപരമായി മറ്റുള്ളവർ കാണുകയും അതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കുറ്റമായിട്ട് അതിനെ തിരിക്കുവാൻ അല്ലെങ്കിൽ അതിനെ മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനോട് ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. കോൺഗ്രസോ CPM ഒന്നും അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചില്ല. കഴിഞ്ഞ ദിവസം BJP മാത്രമാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കുറ്റമാണ് തന്ത്രിക്കെതിരെ ചാർത്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിനുള്ള കാരണം എന്ന് പറയപ്പെടുന്നത് ഇതിന്റെ യഥാർത്ഥ വശം അതാണോ? കാരണം മന്ത്രിയിലേക്കും ബാക്കിയുള്ളവരിലേക്കും അന്വേഷണം പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള CPMന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് തന്ത്രിയിലേക്ക് ഇത് തിരിച്ചുവിടപ്പെടുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനകത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ആപ്പിൾ ഫോണിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്ന ചില മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം വളരെ കൃത്യമായി അറിയാൻ കഴിയും. ആ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന് പറയുമ്പോഴാണ് പലരും ഇപ്പോൾ ഈ നാട് കടന്ന് മറ്റുള്ള നാടുകളിലേക്ക് ഒളികേന്ദ്രങ്ങൾ അന്വേഷിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അത് മന്ത്രിയാണെങ്കിലും ശരി, ഇനി ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും ശരി, മുൻ ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും ശരി, ആരാണെങ്കിലും അവർക്ക് എവിടെയാണ് ഒളിത്താവളങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണ് ഒളിക്കാൻ കഴിയുക എന്നുള്ള തരത്തിലേക്ക് അന്യദേശത്തേക്ക് ഒളിവിൽ പോകുന്ന മന്ത്രിമാരുണ്ടാകുന്നു. ആപ്പിൾ ഫോണിൽ തെളിഞ്ഞു വരുന്ന മന്ത്രിയുടെ മുഖമാണെങ്കിലും പ്രസിഡന്റിന്റെ മുഖമാണെങ്കിലും അല്ല ഇനി മറ്റാരുടെയെങ്കിലും ഒക്കെ മുഖമാണെങ്കിലും ഒക്കെ അവരൊക്കെയും ഈ അതിർത്തി കടന്നിരിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ അതിർത്തി കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒളിവ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ആരാണെങ്കിലും ഇതിന് പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരടക്കം തന്ത്രിയെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്തത് മന്ത്രിയോ ഈ പ്രസിഡന്റോ ഇതിനകത്ത് ആരൊക്കെ പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും, അതായത് ഉന്നതരായിട്ട് ചിലർ കൂടി ഇതിനകത്ത് പിടിയിലാവുന്നുണ്ടെന്ന് SIT പറയുമ്പോൾ അവരെ എല്ലാവരെയും കൃത്യമായി പിടിച്ച് അകത്താക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.